ഹായ് ഗായ്സ്. അങ്ങനെ സ്കൂൾ അങ്ങോട്ട് 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് തുറന്നു. നല്ല സുഖത്തിൽ ഉറങ്ങുന്ന ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റു. സാധാരണ സ്കൂളില്ലാത്ത ദിവസം ഒരു 10 മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ. ഇന്ന് രാവിലെ 7 മണിക്ക് എന്നെ അങ്ങോട്ട് എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് നേരെ എൻ്റെ പതിവ് പോലെ ഞാനങ്ങ് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് വിരിച്ചു. പിന്നെ കുഞ്ചുവിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ടാസ്ക് ഉണ്ട്. ഓളെയും കൂടി എഴുന്നേൽപ്പിച്ച് നേരെ അവളോട് ബാത്റൂമിലേക്ക് പോകാൻ പറഞ്ഞു. പല്ല് തേപ്പും മേൽ കഴുകലും എല്ലാം കഴിഞ്ഞു. മേല് കഴുകുകയുള്ളൂ രാവിലെ കേട്ടോ. വൈകുന്നേരം വന്നാലാണ് അവൾ കുളിക്കുക. രാവിലെ അവൾ കുളിക്കാറില്ല സാധാരണ. അങ്ങനെ നേരെ ഞാൻ ഇന്നലെ വാങ്ങിയ പാത്രത്തിലേക്ക് അവൾക്കുള്ള ചോറ് അങ്ങോട്ട് ഒന്ന് ആവി കൊള്ളിക്കാൻ ചെയ്യാണ് കേട്ടോ. സത്യം പറയാൽ ഗൈസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്രം. മറ്റും നമ്മൾ ഈ ചെമ്പും ഇതിലൊക്കെ ആക്കി ഇങ്ങനെ വേവിച്ചൂറ്റി അല്ലെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് വെക്കൽ പരിപാടി ഇതൊന്നും വേണ്ട. അതിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് പിന്നെ അതാ എത്ര പെട്ടെന്നാണെന്നറിയോ അത് ആവി വന്നത്. പിന്നെ എൻ്റെ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കുക്കുംബർ. അതിൻ്റെ മേലെ ഉപ്പും മുളകും തേച്ച് കൊടുക്കുന്നത്. അവൾക്ക് എന്താണെന്നറിയില്ല, ഈ ഉപ്പും മുളകിനോട് ഭയങ്കര ഇഷ്ടം. മീൻകറി ആയാലും മുളക് ഇട്ടത്, വെണ്ടയ്ക്ക ആയാലും പൊരിച്ചത്, ഉപ്പേരി കഴിക്കൂല. ഇങ്ങനെയുള്ള ഈ ഉപ്പും മുളകും മാത്രം. അത് ചില കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഉപ്പും മുളകും. പിന്നെ ചോറ് കൊടുക്കുമ്പോൾ ഡെയിലി ഈ വെണ്ടയ്ക്ക പൊരിച്ചത് ഒക്കെ നിർബന്ധമാണ് കേട്ടോ. അതാക്കുമ്പോഴത്തേക്ക് നമ്മളെ ചോറ് ഇതാ എല്ലാം റെഡിയായി. പിന്നെ അതങ്ങനെ ടിഫിനിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. സാധാരണ നമുക്ക് സ്കൂളിൽ ചോറുണ്ട്. അധിക ദിവസം ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മമ്മ എനിക്ക് വീട്ടിലെ ചോറ് വേണം എന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ നോർമലി മക്കളെ ഇഷ്ടമല്ല നമ്മൾ നോക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മ തലേന്ന് രാത്രി തന്നെ ചോറ് വെക്കും. അതിനെക്കൊണ്ട് രാത്രിയാണ് ഞങ്ങൾ വെക്കുക. അതുകൊണ്ട് പിന്നെ കേട് വരില്ല. പിന്നെ എന്താ നമുക്ക് സ്നാക്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 50-50 ബിസ്ക്കറ്റാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലെ ഇന്ന് പുട്ടും ചെറുപയറാണ്. ശരിക്കും ഞാൻ ഈ വോയിസ് ഓവർ രാവിലെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് പുട്ടും ചെറുപയറും കഴിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ കുഞ്ചിന് 2 ഭാഗം മുടി എല്ലാം കെട്ടിക്കൊടുത്ത് കുറച്ച് നേരം സ്നേഹിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മോൾ അങ്ങോട്ടേക്ക് ഓണാക്കി വിട്ടു. ഇതെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മറ്റേ സാധനത്തിൻ്റെ പോലെ തന്നെ വളരെ ഉപകാരമായിട്ടുള്ള സാധനം. അല്ല, ഇതിതപ്പം അങ്ങോട്ടൊക്കെ ഓടണത് ഞാൻ കണ്ടില്ലല്ലോ ഈ ഓട്ടം. ഞാൻ സ്കൂട്ടർ എടുക്കുന്ന സമയം കൊണ്ട് നമ്മളാൾ ഇരുന്ന് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് തോണ്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് സ്കൂട്ടർ എടുത്ത് വന്ന് എൻ്റെ കുഞ്ചു അതിൻ്റെ അടുക്ക അതാ സ്കൂൾ ബസ് ഒരു സെക്കൻഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോവായിരുന്നു കേട്ടോ. ശരിക്കും പറയണേ ഗൈസ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ മീൻ വാങ്ങാൻ പോയി. വീട്ടിലേക്ക് കുറച്ച് അയിലയും മത്തിയും വാങ്ങി അങ്ങ് പോയി.